ഇപ്പോൾ വരുന്ന വാർത്ത അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് ജാമ്യമില്ല, കോടതി ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അല്പം മുൻപാണ് ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായത്. വി അരുൺ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എല്ലാ വാദങ്ങളും തന്നെ അഡ്വക്കേറ്റ് ശ്യാമിലി ഉപദ്രവിച്ചു എന്നതടക്കം ബെയിലിൻ കൊണ്ടുവന്ന വാദങ്ങളൊക്കെ കോടതി തള്ളിയിരിക്കുന്നു, അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? തീർച്ചയായും അപർണ, അത് തന്നെയാണ്. ബെയിലിൻ ദാസിന് ജാമ്യമില്ല, ബെയിലിന്റെ ജാമ്യം കോടതി നിഷേധിച്ചിരിക്കുന്നു. ബെയിൽ ആപ്ലിക്കേഷൻ നാളെ കേൾക്കാം, ജാമ്യാപേക്ഷ നാളെ കേൾക്കാമെന്നാണ് കോടതി മജിസ്ട്രേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ ജയിലിലേക്ക് പോകും, റിമാൻഡിലേക്ക് പോകും. ഇത് തന്നെയാണ് നമുക്ക് കോടതിക്കുള്ളിൽ വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. ബെയിലിൻ ദാസ് ജയിലിലേക്ക് പോവുകയാണ്. സ്വന്തം സഹപ്രവർത്തകയെ, സ്വന്തം ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ ജയിലിലേക്ക് അയക്കാനാണ് കോടതി തീരുമാനം. ജാമ്യ ഹർജിയിൽ നാളെ വേണമെങ്കിൽ വാദം കേൾക്കാം, അല്ലെങ്കിൽ നാളെ ജാമ്യം കേൾക്കാവുന്ന നിലപാടാണ് ഈ ഘട്ടത്തിൽ കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്കറിയാം, വലിയ പ്രമാദമായ ഒരു കേസാണ്, വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്ത വിഷയമാണ്. കേരളം ആ രീതിയിൽ ശക്തമായ വികാരം ഈ അഭിഭാഷകനെതിരെ ഉയർന്ന കേസാണ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ കോടതി ഇരയ്ക്ക് നീതി എന്ന നിലപാടിനൊപ്പമോ അല്ലെങ്കിൽ തെളിവുകളുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള തീരുമാനമോ ആകാം. ബെയിലിൻ ദാസിന് ഇന്ന് എന്തായാലും ജാമ്യമില്ല, നാളെ വീണ്ടും ജാമ്യ ഹർജി പരിഗണിക്കാമെന്നാണ് കോടതി പറയുന്നത്. ഈ കേസിൽ വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം വിശദമായി കോടതി കേട്ട ശേഷമാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. 30/5 അതായത് 30-ാം തീയതി വരെയാണ് ഇയാളെ കസ്റ്റഡിയിലേക്ക് വിടുന്നത്. സാധാരണ 14 ദിവസമാണ് റിമാൻഡ് കാലാവധി. ആ 14 ദിവസത്തെ റിമാൻഡ് കാലാവധിയിലേക്ക് ബെയിലിൻ ദാസ് എന്ന അഭിഭാഷകനെയും കോടതി വിടുകയാണ്, ജയിലിലേക്ക് വിടുകയാണ്. 30/5 വരെ ജയിലിൽ തുടരാനാണ് കോടതിയുടെ നിർദ്ദേശം. 14 ദിവസത്തെ റിമാൻഡ് കാലാവധിയാണ് ആദ്യഘട്ടത്തിൽ കോടതി സാധാരണഗതിയിൽ ഉള്ളതുപോലെ തന്നെ വിധിക്കുന്നത്. 30/5 മാത്രമാകും ഇയാളുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുക. നാളെ പക്ഷേ ഇയാളുടെ ജാമ്യ ഹർജി വീണ്ടും വാദം കേൾക്കും. ഇപ്പോൾ ബെയിലിൻ ദാസിനെ അധികം വൈകാതെ മെഡിക്കൽ പരിശോധനയ്ക്കും അവിടെ നിന്ന് ജയിലിലേക്കും തിരുവനന്തപുരം സബ് ജയിലിലേക്കും കൊണ്ടുപോകും. വളരെ പ്രമാദമായ ഒരു കേസ്, വളരെ നിർണായകമായ വിധി ഉണ്ടാകുന്നു ആ കേസിൽ. സ്വന്തം സഹപ്രവർത്തകയെ, ഒരു സ്ത്രീയെ, അഭിഭാഷകയെ, ജൂനിയർ അഭിഭാഷക അതിക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതി ബെയിലിൻ ദാസിനെ ജയിലിലേക്ക് അയക്കുകയാണ് കോടതി. ഇയാളുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. നിരവധി വാദമുഖങ്ങൾ അഭിഭാഷകൻ ബെയിലിൻ ദാസിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചു. ഇയാളെ ആക്രമിച്ചത് ശ്യാമിലിയാണ്. അവരുടെ ആക്രമണത്തിൽ ഇയാളുടെ കണ്ണട തകർന്നു, ചെവിയിൽ അടികിട്ടി, ഇയാളുടെ ചെവിക്ക് കേൾവി തകരാറുണ്ട്, പുരുകത്തിന് മുകളിൽ നഖം കൊണ്ടേറ്റ മുറിവുണ്ട്, പാടുണ്ട്. ആ സാഹചര്യത്തിൽ പ്രകോപനമുണ്ടാക്കിയത് ശ്യാമിലിയാണ്. സ്വന്തം രക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റു വഴികളില്ലാതെയോ തിരിച്ചടിക്കുകയായിരുന്നു വാദമാകാം. ഒരുപക്ഷെ ഇയാൾ മുന്നോട്ട് വെച്ച, പക്ഷെ അതെല്ലാം തള്ളിക്കൊണ്ട് ഒരു സ്ത്രീയെ, തീർത്തും ബലഹീനയായ ഒരു സ്ത്രീയെ ആ രീതിയിൽ ആക്രമിച്ച കേസിൽ പ്രതിയുടെ ജാമ്യം നിഷേധിച്ച് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. പ്രതിയെ അല്പസമയത്തിനകം മെഡിക്കൽ പരിശോധനയ്ക്കായി കോട്ട ആശുപത്രിയിലേക്ക് മാറ്റി. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പ്രതിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പോലീസ് വാഹനത്തിൽ ബെയിലിൻ ദാസിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യമാണ് നമ്മുടെ സ്ക്രീനിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയാളെ പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് പോലീസ് നീക്കി വാഹനം കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം വഞ്ചൂർ കോടതി പരിസരത്തുണ്ട്. വലിയ പോലീസ് സന്നാഹമുണ്ട്. സാധാരണഗതിയിൽ വഞ്ചൂരിൽ ഇത്ര വിഷയമുണ്ടാകുമ്പോൾ പോലീസിന്റെ വലിയ സന്നാഹം സാധാരണഗതിയിൽ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ ബെയിലിൻ ദാസ് എന്ന അഭിഭാഷകനെ ജയിലിലെ മെഡിക്കൽ പരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രി കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മാധ്യമങ്ങളെ കൈയെടുത്ത് വീശി കാണിച്ച് ബെയിലിൻ ദാസ് ഇപ്പോൾ ജയിലിലേക്ക് പോവുകയാണ്. സ്വന്തം